ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരനോട് പോകുന്നത് കോന്നിയിലേക്കാണ്. കോന്നിയിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താ, അവിടുത്തെ ആനക്കൂട. അപ്പോൾ ആനക്കൂടൊക്കെ കാണുക, പിന്നെ അവിടെ പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. പ്രത്യേകിച്ച് 3D തിയേറ്റർ, പിന്നെ മ്യൂസിയം, അവിടെ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. അതൊക്കെ ഒന്ന് കാണുക. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോകാൻ നമ്മുടെ കൊട്ടവഞ്ചി, തൊട്ടപ്പുറത്താണ്, ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ. ആ കൊട്ടവഞ്ചിയൊക്കെ പോയി അതിനുശേഷം തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്, അതൊന്ന് പോയി കാണുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഒരുപാട് കാഴ്ചകളുണ്ട്, നിങ്ങളൊന്നും മിസ്സാക്കരുത്, എല്ലാം തന്നെ കാണണം, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പിന്നെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഏകദേശം ഒരു 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കോന്നി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. കോന്നി എന്ന സ്ഥലത്തെപ്പറ്റി ആദ്യം തന്നെ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല വായു കിട്ടുന്ന സ്ഥലം കോന്നിയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ വെച്ച് നോക്കുമ്പോഴാണ് തോന്നുന്നു ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന സ്ഥലമാണിത്. അങ്ങനെ ആ നല്ല വായു ഒക്കെ ശ്വസിച്ച് ഞങ്ങൾ ഈ ടൗണിൽ നിന്ന് ഞങ്ങൾ റൈറ്റ് എടുത്തിട്ട് ആനക്കോട്ടിലേക്ക് പോവുകയാണ്. ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഒരാൾക്ക് 50 രൂപയാണ്. പിന്നെ പാർക്കിംഗ് ചാർജ് വരും 10 രൂപ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഇപ്പം ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് മേടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു വേണം, എവിടെ പോയാലും കയ്യിൽ ക്യാഷ് കൊണ്ടുപോയിട്ട് കാര്യമില്ല, നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പൈസ അടയ്ക്കേണ്ടി വരും. ഇവിടെ കാട്ടിലെ പലതരം ഐറ്റംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല പ്യുവറായിട്ടുള്ള നല്ല ഒറിജിനൽ സാധനമാണ്. അതെ, ഇവിടെ വന്നാൽ മതി. പലതരം തേനും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഇതുപോലെ 2 പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു മുത്തശ്ശി, ഒരു പയ്യൻ്റെയും ഒരു പ്രതിമയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ കോന്നി ആനക്കൂടിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു പഴയ സിനിമയുടെ കാര്യം പറയേണ്ടിയിരിക്കുന്നു. പ്രായിക്കരപ്പാപ്പാൻ എന്ന് പറഞ്ഞ സിനിമയിൽ 75% സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ കോന്നി ആനക്കൂട്ടിലാണ്. നമ്മുടെ മുരളിച്ചേട്ടനൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ് പ്രായിക്കരപ്പാപ്പാൻ. അമ്പലപ്പറമ്പിൽ നിന്ന് കോണവും പറത്തിക്കൊണ്ട് ഓടിയത് നിന്റെ ആശയ പരിന്തുഭാവത്തിനാ. സാക്ഷാൽ ധർമ്മശാസ്താവിന്റെ പേരല്ലേ ഭഗവാന്റെ. അയ്യപ്പാ മോനെ അടങ്ങടാ. അന്ന് സിനിമയിൽ കാണിച്ചത് ഈ ആനക്കൂട് തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. ഈ ആനക്കൂട് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയല്ല, ഈ ആനക്കൂട്ടിൽ ഒരു ചെറിയ കുട്ടിക്കൊമ്പനോടുണ്ട്. അപ്പോൾ അതും പിന്നെ ബാക്കി കാഴ്ചകളൊക്കെ കണ്ടുവരാം. ഇനി നമുക്ക് എലിഫൻറ്റ് മ്യൂസിയം കൂടെ നോക്കാം, എന്താ അവിടെ ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാമല്ലോ. ഇത് കണ്ടില്ലേ, പണ്ട് കാലത്ത് കൂപ്പിലേക്ക് മരം മുറിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചറാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാട്ടിൽ പോയി മരം മുറിച്ച് അത് ആനയെ കൊണ്ട് ലോറിയിൽ കയറ്റി കൂപ്പിലേക്ക് കൊണ്ടുവരുന്ന വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ അവർ കാണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറകളൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ മ്യൂസിയത്തിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമ്മളെപ്പോലുള്ള, ഞാനൊക്കെ 90s ഉൾപ്പെടുന്ന ആൾക്കാരാണ്, നമുക്കൊക്കെ ഇത് കണ്ട് അല്ലെങ്കിൽ സിനിമയിൽ കണ്ടും മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവെങ്കിലും ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയാൻ വഴിയില്ല. അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അവർ
പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഓരോ ഫോട്ടോ ഫ്രെയിം കണ്ടില്ലേ? ഈ ഫോട്ടോ ഫ്രെയിമിലെല്ലാം ലൈറ്റ് കത്തും. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നല്ല, ലൈറ്റ് കത്തുന്ന ആ മൃഗം അല്ലെങ്കിൽ ആ പക്ഷി അതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് അവരൊരു ചെറിയ സ്പീക്കറിലൂടെ അത് കേൾപ്പിച്ചു തരും. എന്താല്ലേ സെറ്റപ്പൊക്കെ. ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, ഇതിൻ്റെ സൗണ്ട് കേൾക്കാത്ത എന്തോരം ആൾക്കാരുണ്ടാവും. അവർക്കെല്ലാം അതൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്നും മിസ്സാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് തന്നെയല്ല, ഇനി ഇതിനകത്തൊരു 3D തിയേറ്റർ ഉണ്ട്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ മെയിൻ ആൾക്കാരെയാണ്. അതിൽ 3 പിടിയാനയും ഒരു കൊമ്പനും ഒരു കുട്ടിക്കൊമ്പനുമാണ് ഉള്ളത്. അതിനെ നമ്മൾ ആ കുട്ടിക്കൊമ്പനെ നമ്മൾ ആദ്യം കണ്ടല്ലോ, ചെറുതിനെ. ഇനി നമ്മളിത് ഇതുപോലെ 3 പിടിയാന. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഇവിടെ ഇതിൽ കൂടുതൽ ആനകളുണ്ടായിരുന്നു. ഇതിനു മുമ്പ് കുറച്ച് നാൾക്ക് മുമ്പാണ് ഒരാന ചരിഞ്ഞത്. അപ്പം ഇപ്പോൾ ഉള്ളത് ഈ 3 പിടിയാനകൾ മാത്രമാണ്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ആ കൊമ്പനെ കാണണ്ടേ? ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ എന്ന് ചോദിക്കുന്നത് പോലെ നമുക്ക് ആ കൊമ്പനെ കാണാൻ പോകാം. അങ്ങനെ ഞങ്ങൾ കൊമ്പനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നൊരു പുരാവസ്തുവൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ 3D തിയേറ്റർ കാണാൻ പോവുകയാണ്.
3D സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടുത്തേത് എങ്ങനെയാണെന്ന് അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി. അതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ടിക്കറ്റ് ചാർജ് വരുന്ന ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ. 13 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, നിർബന്ധമല്ല. കാരണം അവർ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്ന സാധ്യത കുറവാണല്ലോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം സെറ്റപ്പാണ്. നമ്മുടെയൊക്കെ അവിടുത്തെ തിയേറ്റർ പോലുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെയാണ്. ഇനി ഇവിടുത്തെ വിഷ്വൽ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ജില്ലയിൽ നിന്നും പുനലൂർ റൂട്ടിൽ ഏകദേശം 12 കിലോമീറ്റർ അകലെയുള്ള കോന്നിയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആനക്കൂടും അടവിയും ഉൾപ്പെടുന്ന വിശാലമായ മേഖലയിലാണ് ആനകൾ വസിക്കുന്നത്. 12 മുതൽ 15 മണിക്കൂർ വരെ ഭക്ഷണം കഴിച്ച് അങ്ങനെ 3D ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കത് ആസ്വദിക്കാനൊക്കെ പറ്റി. കൂടുതൽ ആനിമേഷനാണ് അവിടുത്തെ ഇൻട്രൊഡക്ഷൻ. കോന്നിയെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് നമുക്ക് 3D ആയിട്ടുള്ള കുറേ ആനിമേഷൻ സീൻസൊക്കെയാണ് കാണിക്കുന്നത്. രസമുണ്ട്, നല്ല ഭംഗിയാണ്. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. ഇനി ഞങ്ങളുടെ പ്ലാൻ ഉച്ചയൊക്കെ ആയി, നമുക്കിനി കഴിക്കണം എന്തെങ്കിലും. കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അടുത്താണ് അടവി കൊട്ടവഞ്ചി സവാരി. നല്ല രസമാണ്, അതായത് ഞാൻ പോയിട്ടുണ്ട് ഒരു തവണ. അപ്പം പറ്റുവാണെങ്കിൽ അവിടെ കയറണം, കൊട്ടവഞ്ചി കയറണം എന്നൊക്കെ ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആദ്യം ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ നേരെ ഇനിയിപ്പം അടവിയിലേക്കൊരു യാത്ര. അങ്ങനെ ഞങ്ങൾ അടവി കൊട്ടവഞ്ചി സഫാരി നടത്തുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എന്താ പറയണ്ടത്, നല്ല കിടിലൻ അറ്റ്മോസ്ഫിയറാണ്. കണ്ടില്ലേ, ചെറിയൊരു ടീ ഷോപ്പൊക്കെയാണ്, ചെറുതല്ല. അത് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ വേറെ ഓഫീസും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. അവിടെ ടീ ഷോപ്പും ഉണ്ട്. അപ്പോൾ കൊട്ടവഞ്ചി സഫാരിയൊക്കെ നടത്തിയതിന് ശേഷം ഇവിടെ വന്ന് ചായയൊക്കെ കുടിക്കാം. ഇത് ഈ അടുക്കി വെച്ചിരിക്കുന്നതാണ് കൊട്ടവഞ്ചി. ഇതിലാണ് നമ്മൾ കൊട്ടവഞ്ചി സഫാരി നടത്തുന്നത്. അപ്പം ഇത് കാലപ്പഴക്കം ചെന്നിട്ട് മാറ്റി വെച്ചതാവാം. ഈ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കല്ലാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെല്ലാം ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെയാണ്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് കാണാനും എടുക്കാനും ഒക്കെ. അപ്പോൾ കൊട്ടവഞ്ചിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നവരാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പം ഞങ്ങൾ വന്ന സമയം ഒരു ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ്. അപ്പോൾ ഇനി 4 മണി, ഒരു വൈകുന്നേരത്തോടെ ആയിരിക്കും എല്ലാവരുടെയും വരവ്, കൂടുതലായിട്ടും ആൾക്കാർ വരുന്നത്. ഇത് ഈ ഭാഗത്തായിട്ട് ആഴമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് കുറുകെ പോയിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് വെള്ളമില്ലാത്തൊരു ഭാഗമുണ്ട്, അവിടെ പോകാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ആദ്യം പോകാമെന്ന് വെച്ചു.
ചെറിയ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കൊട്ടവഞ്ചി സഫാരി പോകുന്നില്ല എന്ന് വെച്ചു. ഒന്നാമത്തെ കാര്യം ഞങ്ങൾ കയറിയിട്ടുണ്ട്, പിന്നെ മഴ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ടീ ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ചെറിയൊരു കട്ടനൊക്കെ കുടിച്ചിട്ട് ഇതിന് തൊട്ടപ്പുറത്തുള്ള വെള്ളച്ചാട്ടമുണ്ട്, മണ്ണിര വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഇതൊരു 3 തട്ടായിട്ടാണ് ഒഴുകി വരുന്നത്. ഈ താഴത്തെ തട്ടിലാണ് ആൾക്കാർ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ മുകളിലോട്ട് അധികം ആൾക്കാരും കയറി വരില്ല, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ മാത്രമേ മുകളിലോട്ട് പോകുള്ളൂ. കാരണം വളരെ തെന്നൽ കൂടിയ സ്ഥലമാണ്, അപ്പം ഇച്ചിരി ഡേഞ്ചറാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല മുകളിലോട്ട് പോയിട്ടുള്ള ആ കാഴ്ചകളും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് വരാം. നേരെ നല്ലപോലെ വൈകിയിരിക്കുന്നു. അങ്ങനെ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.